സ്വർഗീയ പിതാവേ, ഉൽപ്പത്തി 12 വെളിപ്പെട്ട അങ്ങയുടെ വലിയ കൃപയെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. അങ്ങ് അബ്രാമിനെ അവൻ്റെ ആ പരിചിതമായ ലോകത്തിൽ നിന്ന്, ഹാരാനിൽ നിന്ന്, വിശ്വാസത്തിൻ്റെയും വാഗ്ദാനത്തിൻ്റെയും ഒരു വലിയ യാത്രയിലേക്ക് വിളിച്ചുവല്ലോ. സാധ്യതയില്ലാത്തവരെ തിരഞ്ഞെടുക്കുന്ന, സാധാരണ ജീവിതങ്ങളിലേക്ക് കടന്നുവന്ന് സംസാരിക്കുന്ന, ഞങ്ങളുടെയൊക്കെ കഥകളെ അങ്ങയുടെ വലിയ രക്ഷാകര പദ്ധതിയിലേക്ക് നെയ്തെടുക്കുന്ന അങ്ങയുടെ പരമാധികാര സ്നേഹത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, ചിലപ്പോഴൊക്കെ അങ്ങയുടെ വിളി ഞങ്ങൾക്ക് ഭാരമായി തോന്നാറുണ്ട്. അനിശ്ചിതത്വം ഞങ്ങളെ ഭയപ്പെടുത്താറുണ്ട്. ഞങ്ങളുടെ സ്വന്തം ഹാരാനുകളുടെ സുരക്ഷിതത്വത്തിൽ പറ്റി നിൽക്കാൻ ഞങ്ങൾ ശ്രമിക്കുമ്പോൾ, വിശ്വാസത്തിൽ മുന്നോട്ടു പോകാൻ മടിക്കുമ്പോൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. അങ്ങയുടെ ശബ്ദത്തിൽ വിശ്വസിക്കാനും വഴി വ്യക്തമല്ലാത്തപ്പോഴും അങ്ങയെ അനുസരിക്കാനും ഒരിക്കലും പരാജയപ്പെടാത്ത അങ്ങയുടെ വാഗ്ദാനങ്ങളിൽ ഉറച്ചു നിൽക്കാനും ഞങ്ങളെ ശക്തരാക്കണമേ. ഭയത്തിൻ്റെയും പരാജയത്തിൻ്റെയും വിട്ടുവീഴ്ചകളുടെയും സ്വന്തം ഈജിപ്തുകളിൽ കുടുങ്ങിക്കിടക്കുന്ന ഓരോരുത്തർക്കായും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അബ്രാമിനെ കരുണയോടെ കണ്ടുമുട്ടിയതുപോലെ അവരെയും അങ്ങയുടെ കരുണയാൽ കണ്ടുമുട്ടുകയും സംരക്ഷിക്കുകയും അങ്ങയുടെ ലക്ഷ്യത്തിലേക്ക് പുനഃസ്ഥാപിക്കുകയും ചെയ്യണമേ. ഭൂമിയുടെ എല്ലാ കോണുകളിലേക്കും യേശുവിന്റെ വെളിച്ചമെത്തിക്കാൻ, ജനതകൾക്കൊരനുഗ്രഹമായിരിക്കാൻ അങ്ങയുടെ സഭയായ ഞങ്ങളെ അങ്ങ് സജ്ജരാക്കണമേ. കാഴ്ചയാലല്ല, വിശ്വാസത്താൽ നടക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളുടെ ബലഹീനതകളെക്കാൾ അങ്ങയുടെ പദ്ധതികൾ വലുതാണെന്ന് വിശ്വസിച്ച് അങ്ങയുടെ ഉടമ്പടിയുടെ അവകാശികളായി ഞങ്ങൾ ജീവിക്കുമാറാകട്ടെ. കർത്താവേ, എല്ലാവർക്കും രക്ഷ നൽകുന്ന അബ്രാമിൻ്റെ സന്തതിയായ ക്രിസ്തുവിലൂടെ എല്ലാ ജനതകളും അങ്ങയുടെ സ്നേഹമറിയുന്ന ആ ദിവസത്തിനായി ഞങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. അതുവരെ അനുസരണത്തിൽ ധൈര്യമുള്ളവരും പരാജയങ്ങളിൽ താഴ്മയുള്ളവരും അങ്ങയുടെ കൃപയിൽ എപ്പോഴും സ്ഥിരതയുള്ളവരുമാക്കി ഞങ്ങളെ മാറ്റണമേ. അബ്രാഹിമെ നയിച്ചതുപോലെ ഞങ്ങളുടെ ഓരോ ചുവടുകളെയും അങ്ങയുടെ വാഗ്ദത്ത നാട്ടിലേക്ക്, നിത്യതയിലേക്ക് നയിക്കണമേ. ഞങ്ങളുടെ രക്ഷകനും രാജാവുമായ യേശുവിന്റെ അമൂല്യനാമത്തിൽ തന്നെ. ആമേൻ.